സ്റ്റീൽ വീൽസും അലോയ് വീൽസും തമ്മിൽ എന്താണ് വ്യത്യാസം? അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സ്റ്റീൽ വീൽസ് നിർമ്മിച്ചിരിക്കുന്നത് അയണിൻ്റെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കോമ്പൗണ്ടായ സ്റ്റീൽ കൊണ്ടാണ്. മിക്ക വാഹനങ്ങളിലെയും ഏറ്റവും ലോ എൻഡ് ഓപ്ഷൻസിലും മിഡ് എൻഡ് ഓപ്ഷൻസിലും സ്റ്റീൽ വീൽസാണ് വരുന്നത്. പൊതുവെ ടോപ്പ് എൻഡ് ഓപ്ഷൻസിലാണ് അലോയ് വീൽസ് വരുന്നത്. സ്റ്റീൽ വീലിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അലോയ് വീൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വില താരതമ്യേന കുറവാണ്. സ്റ്റീൽ വീലുകൾ ഡ്യൂറബിളുമാണ്, അതുപോലെ തന്നെ റിപ്പയറബിളുമാണ്. സ്റ്റീൽ വീൽസിനെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സ്റ്റീൽ വീൽസിനകത്ത് കൊറോഷൻ വരാൻ അല്ലെങ്കിൽ തുരുമ്പെടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സ്റ്റീൽ വീൽസിന് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വെയിറ്റും കുറച്ച് കൂടുതലായിരിക്കും. അടുത്തതാണ് അലോയ് വീൽ. പൊതുവെ യൂസ് ചെയ്യുന്നത് അലൂമിനിയം പ്ലസ് മഗ്നീഷ്യം എന്നീ കോമ്പൗണ്ടുള്ള ഒരു മിക്സ്ചർ ആയിട്ടാണ് അലോയ് വീൽസിന് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അലോയ് വീൽസിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അലോയ് വീൽസിനകത്ത് തുരുമ്പെടുക്കാനുള്ള ചാൻസസ് ഇല്ല, കാരണം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അലൂമിനിയമാണ്. അതുപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ സ്റ്റൈലിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അലോയ് വീൽസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റീൽ വീൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അലോയ് വീൽസിന് വെയിറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ പെർഫോമൻസിലും എഫിഷ്യൻസിയിലും ചെറിയൊരു മാറ്റം നമുക്ക് അനുഭവപ്പെടും. അലോയ് വീൽസിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അലോയ് വീൽസ് സ്റ്റീൽ വീൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ അലോയ് വീൽസിനകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ മൊത്തമായിട്ട് മാറ്റുവാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്ന വാഹനത്തിൽ ഏത് ടൈപ്പ് വീലാണ് കൊടുക്കാൻ പോകുന്നത്? കമൻറ്റ് ചെയ്യുക.